ദൈവത്തിന് മഹത്വം. പ്രിയരെ, നമ്മുടെ കൂട്ടായ്മ ആരോടാണ്? 1 യോഹന്നാൻ 1:3 നമുക്ക് പ്രകാരം കാണാം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും തന്നെയാണ്. സകല മാനവ കുലത്തിനും വേണ്ടിയാണ് ബൈബിളിലെ വചന സത്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ഇപ്രകാരം കാണാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് സകല മാനവകുലത്തിനെയും ആദാമ്യ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ക്രിസ്തുവിനുള്ളിൽ ആക്കി വയ്ക്കുന്നതിന് വേണ്ടിയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. പിതാവും പുത്രനും നമ്മുടെ അകത്തു വന്ന് വാസം ചെയ്യും. ഞാൻ ക്രിസ്തുവിനുള്ളിലാണെങ്കിൽ ക്രിസ്തു പിതാവിനുള്ളിൽ, പിതാവ് ക്രിസ്തുവിനുള്ളിൽ, ആ പിതാവായ ദൈവം ക്രിസ്തുവിനുള്ളിലായിരിക്കുന്ന എന്നിൽ. അതെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2:13 നമുക്ക് പ്രകാരം കാണാം. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:28 പ്രകാരം കാണാം. ദൈവം, അതെ, പിതാവായ ദൈവത്തിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുലോകം നിറഞ്ഞു നിൽക്കുന്ന അത്യുന്നതനായ ദൈവത്തിനുള്ളിലാണ് തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനുള്ളിലാണ് നാം ആയിരിക്കുന്നത്. പ്രിയരെ, പിതാവായ ദൈവം നമുക്ക് 2 ജീവൻ തന്നിട്ടുണ്ട്. അത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് മനുഷ്യ ജീവനുണ്ട്, ദൈവിക ജീവനുണ്ട്. നാം ക്രിസ്തുവിനുള്ളിൽ പുതിയ സൃഷ്ടിയായി ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ആ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മൾ ആദാമ്യ പാപത്തിൽ നിന്നും ദൈവിക ജീവനിലേക്ക് കടക്കുമ്പോൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നു. ആ ഒരു പിതാവിൻ്റെ ഇഷ്ടത്തിലേക്കാണ് നമ്മെ പിതാവ് ആകർഷിച്ച് പുത്രനിലൂടെ അടുപ്പിച്ചിരിക്കുന്നത്. ആ പിതാവായ ദൈവത്തിൻ്റെ പുത്രന്മാരായി ദൈവ കുടുംബമാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ആ പിതാവായ ദൈവം നമ്മെ സകലത്തിലും സഹായിക്കും. സകലവും നമുക്കായി ഒരുക്കിയിരിക്കുന്നത് പിതാവായ ദൈവമാണ്. ആ ദൈവത്തിൽ ഒന്നും കൂടെ നമുക്ക് ആശ്രയം വയ്ക്കാം. നമ്മേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഭൂവിലെ ജീവിതം നീ തന്ന ജീവിതം യാഗമാക്കി ഞാൻ വരുന്നേ. ഭൂവിലെ ജീവിതം നീ തന്ന ജീവിതം യാഗമാക്കി ഞാൻ വരുന്നേ. എൻ പ്രിയ താത, എൻ പ്രാണകാന്ത,
എൻ പ്രിയ താത, എൻ പ്രാണകാന്ത, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്. നിൻ ദിവ്യ സുവിശേഷം സ്വർഗരാജ്യ സുവിശേഷം മാറ്റിയൻ മരണത്തെ സ്വർഗവാതിലായി. നിൻ ദിവ്യ സുവിശേഷം സ്വർഗരാജ്യ സുവിശേഷം മാറ്റിയൻ മരണത്തെ സ്വർഗവാതിലായി. ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്. ഭൂവിലെ ജീവിതം നീ തന്ന ജീവിതം യാഗമാക്കി ഞാൻ വരുന്നീ. ഭൂവിലെ ജീവിതം നീ തന്ന ജീവിതം യാഗമാക്കി ഞാൻ വരുന്നേ. എൻ പ്രിയ താത, എൻ പ്രാണകാന്ത, എൻ പ്രിയ താത, എൻ പ്രാണകാന്ത, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്, ഉയിരാണ് നീ എനിക്ക്, നിത്യ ഉയിരാണ് നീ എനിക്ക്. പ്രൈസ് ഗോഡ്.